മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ശബരിമല കേസ് ജനുവരി 22-ന് പരിഗണിക്കില്ല എന്നാണ് വരുന്ന വിവരം. എം ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. എന്തുകൊണ്ടാണ് 22-ന് കേസുകൾ പരിഗണിക്കില്ല എന്നൊരു വിവരം ഇപ്പോൾ? ഉണ്ണികൃഷ്ണൻ, അതായത് ശബരിമല കേസിലെ പുനഃപരിശോധനാ ഹർജികളെല്ലാം ജനുവരി 22-ാം തീയതി 3 മണിക്ക് പരിഗണിക്കുമെന്നാണ് നേരത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചിരുന്നത്. അന്നേ ദിവസം പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതിനായി നിശ്ചയിച്ചിരുന്നു സുപ്രീം കോടതി. ഇന്നിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ സുപ്രീം കോടതിയിൽ പരാമർശിച്ചിരുന്നു. അപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത് ജനുവരി 22-ാം തീയതി ശബരിമല കേസ് സുപ്രീം കോടതി പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. കാരണം ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മെഡിക്കൽ അവധിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. പുതിയ തീയതി ഒരുപക്ഷെ ഇനിയിപ്പോൾ കോടതി നിശ്ചയിച്ചേക്കും. ഇന്ന് കോടതിയിൽ ഈ കേസ് പരാമർശിച്ചപ്പോൾ തന്നെ നോക്കാം കാര്യങ്ങൾ എന്ന് മാത്രമാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. മണ്ഡലകാലം കഴിയുന്നതിന് തൊട്ടു പിന്നാലെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമെന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടാകുമെന്നുമായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഈ കേസ് മാറ്റിവെക്കുന്നതിലൂടെ നടപടികൾ വീണ്ടും വൈകിയേക്കാം. കോടതിയുടെ ഇക്കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് അറിയുന്നതിലും ഒരുപക്ഷെ കാലതാമസം ഉണ്ടായേക്കാം. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതാണ് കേസ് മാറ്റുന്നതിന്റെ ഒരു പ്രധാന കാരണമായി മാറുന്നതല്ലേ? തീർച്ചയായും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മെഡിക്കൽ ലീവിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് മാറ്റിവെക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നതും. ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഈ കേസ് മാറ്റിവെച്ചേക്കുമെന്ന സൂചന കൃത്യമായും അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏത് തീയതിയിലേക്ക് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലാണ്. അന്നവരുടെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ബെഞ്ചിന്റെ സിറ്റിംഗ് നടക്കുകയില്ല. മറിച്ച് മറ്റൊരു ദിവസത്തേക്ക് ഈ കേസ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൗകര്യം കൂടി നോക്കി മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും ജനുവരി 22-ന് കേസ് വരുമോ എന്ന് തന്നെയായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. കാരണം സംസ്ഥാന സർക്കാർ അടക്കം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതിനിടെയാണ് കേസ് പരിഗണിക്കുന്ന തീയതി മാറ്റുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യം സൂചിപ്പിച്ച സാഹചര്യത്തിൽ ഇനി പുതിയ തീയതി എപ്പോഴാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ശരത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് എം ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുള്ള അഭിഭാഷകരുടെ ഭാഗത്തു നിന്നാണോ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുണ്ടായത് കോടതി? അപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായ വിവരം പറയുകയും അന്ന് കേസ് പരിഗണിക്കാനിടയില്ല എന്ന സൂചന നൽകിയത്. തീർച്ചയായും ഈ പുനഃപരിശോധനാ ഹർജികൾ നൽകിയ അഭിഭാഷകരിൽ ഒരാളായ മാത്യൂസ് നെടുമ്പാറയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽപ്പെടുത്തിയത്. ആ ആവശ്യത്തിൽ ഉന്നയിച്ചിരുന്ന കാര്യം ഈ ശബരിമല കേസിലെ പുനഃപരിശോധനാ ഹർജികൾ 22-ാം തീയതി പരിഗണിക്കുമ്പോൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ തത്സമയ സംരക്ഷണം വേണമെന്നായിരുന്നു. ഈ ഒരു ആവശ്യം പരാമർശിച്ച വേളയിലാണ് 22-ാം തീയതി കേസ് പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂചന നൽകിയത്. ശരത്, ശരി. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. ജനുവരി 22-ന് ശബരിമല കേസിലെ പുനഃപരിശോധനാ ഹർജികൾ കേൾക്കില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാലാണ് കേസ് പരിഗണിക്കാതെ വരിക. തുടർന്നുള്ള തീയതി പിന്നീട് കോടതി തീരുമാനിക്കും.